ഹലോ ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ഈവനിങ് ഒരു ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ എന്താ സ്പെഷ്യലായിട്ട് ചായക്ക് നമുക്ക് കടയിൽ കിട്ടുന്നതെന്ന് നോക്കാം. ചുമ്മാ ഒരു രസം ഇത്ര ഉള്ളൂ. ഇവിടെ ഇപ്പം നല്ല ചായ, അതുപോലെ നമ്മളിപ്പോൾ സ്പെഷ്യലായിട്ട് ഇവിടെ ഒരു നല്ല കേരള സ്റ്റൈൽ പപ്സ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമാണ് ഇഷ്ടം. വേറെ ഒന്നുമല്ല, അപ്പം നല്ല തിരക്കുണ്ടെന്ന് തോന്നണം കേട്ടോ. നല്ല തിരക്കാം. ആനാലും പോയി നോക്കാം. അങ്ങനെ നമ്മൾ മുട്ട പപ്സ് തപ്പിയാണ് വന്നത്, പക്ഷെ മുട്ട പപ്സ് ഇല്ല. നമുക്ക് കിട്ടിയത് ചിക്കൻ പപ്സാണ്. ഞാനടുത്ത് മുട്ട പപ്സ് കഴിച്ചിട്ടുണ്ട്, അടിപൊളി. നമുക്ക് ചിക്കൻ പപ്സ് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പറാ, പക്ഷെ മുട്ട പപ്സ് ആയിട്ടോ ഒന്നുകൂടെ അടിപൊളി. ഇപ്പം എൻ്റെ കൂടെ നമ്മൾ ചായയും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പുറത്തിരിക്കുന്നതുകൊണ്ട് നല്ല കാറ്റാണ്. ചായ വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി കട്ട്ലേറ്റ് പിന്നെ കല്ലുമ്മക്കായൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പപ്സ് കഴിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് മുട്ട പപ്സ് കിട്ടിയിട്ടോ. ആദ്യം കിട്ടിയ ചിക്കൻ പപ്സ് ആയിരുന്നു, പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മളങ്ങനെ മുട്ട പപ്സ് സംഘടിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് മുട്ട പപ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല ഒന്നാന്തരം കല്ലുമ്മക്കായ, നല്ല ചിക്കൻ കട്ട്ലേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം കൂടെ കൂട്ടി പിടി പിടിച്ചാലോ. ഇവിടെ ഈ സാധാരണ എല്ലായിടത്തും കിട്ടണേക്കാൾ ഒരു സ്പെഷ്യലായിട്ടുള്ള മുട്ട പപ്സ് ആട്ടോ. അടിപൊളിയാണ്. ചെറുതാണ്, നല്ല സോഫ്റ്റാണ്. അങ്ങനെ നമ്മുടെ ചൂട് ചായ വന്നിട്ടുണ്ട്. ചായയും പപ്സും കൂടെ കഴിച്ചാലോ. അടിപൊളി അടിപൊളി. സുഫേറ. അപ്പോൾ സുഫേറത്തെയാണ് നമ്മൾ കഴിച്ച ചിക്കൻ പപ്സിന്റെ എഗ് പപ്സിന്റെ ഒക്കെ ചിക്കല്ല എഗ്. അപ്പോൾ എഗ് പപ്സിന്റെ സ്പെഷ്യലിസ്റ്റ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് എഗ് പപ്സ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിക്കാറുള്ളതാണ്. അപ്പോൾ താങ്ക് യു. അടിപൊളി അടിപൊളി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഐറ്റം നമ്മുടെ കല്ലുമ്മക്കായ, ഒരു ഫേവറേറ്റ് സാധനമാണ്. അപ്പോൾ കല്ലുമ്മക്കായും ചായം കൂടെ കഴിച്ചാലോ. നല്ല എരിവോട്ട് വേണം. പൊളി പൊളി പൊളി. കേട്ടോ, ഈ വരുന്നവരൊക്കെ ആണെങ്കിൽ ഇവർ എത്ര തിരക്കുണ്ടെങ്കിലും ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല അടിപൊളിയായിട്ടോ. നമ്മൾ എല്ലാവരെയും ഇൻഡിവിജ്വൽ ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നു. ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഈവനിങ് ഒക്കെ വന്നിരുന്നൊരു ചായയും പപ്സൊക്കെ കഴിക്കാൻ. പപ്സല്ലാട്ടോ ഇവിടെ ഒത്തിരി എല്ലാ വെറൈറ്റീസും ഉണ്ട്. പക്ഷെ ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് എഗ് പപ്സാണ്.